ക്വാളിറ്റി ഉള്ളൊരു ഷോ ജാസ്മിൻ ഗബ്രിയിൽ ഒതുങ്ങാൻ പാടില്ല. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സിബിനാണ്. പറയാനുണ്ടായ കാരണം ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജാസ്മിൻ ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ജാസ്മിൻ പറയുന്നുണ്ട്, പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമല്ല, പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ട്, അത് ഞങ്ങൾ പ്രണയമാക്കുന്നില്ല, അതിന് മുമ്പ് തന്നെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യുകയാണ്, പ്രണയമാക്കി അത് എടുക്കുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതൊരു വ്യക്തത ഇല്ലാതെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. ഗബ്രി അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഗബ്രി ജാസ്മിനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. എന്താണ് ജാസ്മിൻ ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുന്നത്? ജാസ്മിൻ നമുക്കറിയാം ഈ ആഴ്ച ഭയങ്കര വീക്കാണ്, മാനസികമായിട്ട് തകർന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിൻ മാനസികമായി തകർന്നിരിക്കുന്നത്? ഗബ്രി കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ലാലേട്ട, ഗബ്രി കാരണമല്ല ഞാൻ മാനസികമായി തകർന്നിരിക്കുന്നത്. വൈൽഡ് കാർഡ് വഴി വന്ന ആളുകളൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, പുറത്ത് എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ സായി പറഞ്ഞ കാര്യം ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതായത് പുറത്തുള്ള ആ ഒരു ഇമേജിനെ കുറിച്ചെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, സായി ഞാൻ വിശ്വസിക്കാതിരിക്കുന്നില്ല, കാരണം സായിൻ്റെ അത്ര വലിയ ഫ്രണ്ടൊന്നും അല്ല, എങ്കിലും എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ സായി എന്തായാലും വെറുതെ വന്ന് കള്ളം പറയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സായിയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പുറത്തുനിന്ന് വന്ന ആളുകളുടെ സംസാരവും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാനസികമായി തകർന്നിരിക്കുന്നത്, ഒരിക്കലും ഗബ്രി കാരണമല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ശ്രീധുവിനോട് ചോദിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഗബ്രി കാര്യങ്ങൾ, അതായത് ഗബ്രി എങ്ങനെയാണ് കളിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ ആ വീട്ടിലുള്ളവരിലും ചർച്ച ആവുന്നുണ്ട്, കാരണം ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുപോലെ തന്നെ ശ്രീരേഖയും പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കളിയാണിതെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് പോകുന്നതും നമ്മൾക്ക് മനസ്സിലാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണോ പ്രേക്ഷകരും മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഹൗസിലുള്ളവരും ഇവരെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ സിബിൻ പറയുന്നത്, ഇവർ ശരിക്കും ആളുകളെ പറ്റിക്കുകയാണ്, നമ്മളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇങ്ങനെ കയ്യിൽ ഉമ്മവയ്ക്കുന്നതാണെങ്കിലും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഗബ്രി ചിലപ്പോൾ ഉമ്മവയ്ക്കുന്നത് ഗബ്രിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും, പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ജാസ്മിൻ്റെ കണ്ണിലായിരിക്കും, കയ്യിലായിരിക്കും. അപ്പോൾ അതൊക്കെ അവർ ക്യാമറ മുമ്പിൽ ഒരു നാടകം കളിക്കുകയാണ്, മറ്റുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കോമ്പോയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ എല്ലാവരും ഇവരെക്കുറിച്ച് സംസാരിക്കും, ഇവരുടെ സംസാര വിഷയമാകും എന്നൊക്കെയുള്ള ഒരു ധാരണകളാണ് ഇവർക്ക്. അപ്പോൾ ഇവർ ഇതിന് ശേഷം ലാലേട്ടൻ അതിന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അപ്സരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്സരയോട് ചോദിക്കുമ്പോൾ അപ്സര പറയുന്നത്, ഞാൻ ഗബ്രിയോട് ഇതിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചതാണ്, നിനക്ക് ജാസ്മിനോട് പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞത്, എനിക്ക് ഇഷ്ടമാണ് ജാസ്മിനെ, പക്ഷേ ഞാൻ പ്രണയിക്കുന്നില്ല, കാരണം പ്രണയിച്ചതൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാർ അതിനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് തന്നെ അത് നടക്കാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് എന്നൊക്കെ ഗബ്രി പറഞ്ഞതായിട്ടാണ് അപ്സര പറയുന്നത്. അപ്പോൾ ശരിക്കും ജാസ്മിൻ ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ജാസ്മിൻ പറയുന്നത് പോലെയല്ല ഗബ്രി പറയുന്നത്, ഗബ്രി പറയുന്നത് പോലെ ജാസ്മിൻ രണ്ടുപേരുടെയും സംസാരങ്ങളെല്ലാം പല തരത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഹൗസ് മേറ്റ്സിനോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു കുറച്ച് വീഡിയോ ക്ലിപ്സ് കാണിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ പഴയ, അതായത് രാത്രി ഇവർ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് പ്രണയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി അതിന് മറുപടി പറയുന്നത്, പ്രണയമാണോ എന്ന് വെച്ചാൽ എനിക്ക് നിൻ്റെ പ്രണയമാണ്, ഞാൻ നിൻ്റെ വാപ്പയാണ്, നിൻ്റെ ഉമ്മയാണ്, ഞാൻ നിൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്, നിൻ്റെ ഭാര്യയാണ്, നിൻ്റെ കാമുകനാണ്, എല്ലാമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഗബ്രി സംസാരിക്കുന്നത്. പലപ്പോഴും പല സമയത്തും പല രീതിയിലാണ് ഗബ്രി സംസാരിക്കുന്നത്. അപ്പോൾ ജാസ്മിനോട് ഗബ്രി പറഞ്ഞൊരു കാര്യം, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയിട്ട് നിനക്ക് മാരേജ് നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ ഇത് മാട്രിമോണിയിലിട്ട് നിനക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് തരുമെന്ന് ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എൻ്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? അപ്പോൾ ഗബ്രി പറയുന്നത്, പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രണയിക്കാം, പക്ഷേ എനിക്കിഷ്ടമാണ്, പക്ഷെ പ്രണയത്തോടടുത്ത് എത്തിയിട്ടില്ല. അതായത് അവർ എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത രീതിയിലാണ്. അതായത് പല ക്ലിപ്പുകളും കാണുമ്പോൾ നമ്മളെ തന്നെ കൺഫ്യൂഷനാക്കുന്ന കാര്യങ്ങളാണ്. അവരെന്ത് തരത്തിലുള്ള ഡ്രാമയാണോ കളിക്കുന്നത് എന്നറിയില്ല. പക്ഷെ എന്താണെങ്കിലും ജാസ്മിൻ ഈ ആഴ്ച വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എടുത്ത് ചോദിച്ചത്, ഗബ്രി കാരണമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, പുതിയ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ സംസാരവും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഇതുകൊണ്ടാണ് ഞാൻ. പിന്നെ ഗബ്രി ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട്, അതായത് ലാലേട്ടൻ കാണിച്ച വീഡിയോ ക്ലിപ്സും അതുപോലെ ഹൗസ്
ഹൗസിലുള്ളവർ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സ് എല്ലാം കണ്ടിട്ട് ഗബ്രി പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ, അവർക്കും വേണ്ട ഞാനിവിടെ നിന്ന് പോവുക എന്നതാണ്, അതുകൊണ്ട് ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി ഞാൻ തളർന്നിരിക്കുന്നത് നീ കാരണമല്ല, നീ പോകരുത്, നീ അങ്ങനെ ചെയ്യരുത്, നീ ഗെയിം കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവർ കാണിക്കുന്ന കോംബോ, അതായത് രാത്രി എന്തൊക്കെയാണ് ഇവർ കഴിച്ചു കൂട്ടുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവരുടെ സംസാര രീതികൾ പോകുന്നത്, ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർ കാണുകയാണ്. അപ്പം ഇവരെന്തൊക്കെ തന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹൗസിലുള്ള ആളുകളും തന്നെ ഇവർക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതുകൊണ്ട് തന്നെയാണ് ഓരോ ക്ലിപ്സ് വരെ എടുത്ത് കാണിക്കുന്നത്. എന്താണെങ്കിലും ലാലേട്ടനും പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ്, അപ്പോൾ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കണം, നിങ്ങളോട് ഇപ്പോൾ എങ്ങനെ കളിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ പുറത്തുനിന്ന് പല ആളുകളും പറയുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവർ ഇങ്ങനെ കളിക്കുമ്പോൾ മറ്റു വേറെ ആൾക്കാരുടെ 2 ചാൻസുകളാണ് നഷ്ടപ്പെടുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ വിട്ടിട്ട് രണ്ടുപേരും അതിൻ്റെ പുറത്ത് വന്നിട്ട് കളിക്കണമെന്ന് തന്നെയാണ് ആ ഹൗസിലുള്ളവർക്കും, അതായത് സിബിനൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട് ഇവർ ശരിക്കും രണ്ടുപേരുടെ ചാൻസാണ് കളയുന്നത്. ഈ ഒരു ഷോ, ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഷോ ഇങ്ങനെ ഗബ്രി ജാസ്മിൻ ഈ 2 പേരിൽ ഒതുങ്ങി പോകാൻ പാടില്ല. ഇവർ പറഞ്ഞത് മാത്രം കാണിച്ച് ഇവരാണ് ഈ ഷോ കൊണ്ടുപോകുന്നത്, ഇവരുടെ മാത്രം കാര്യങ്ങൾ കാണിച്ച് അങ്ങനെ ഈ ഒരു ഷോ ഒരിക്കലും ഒതുങ്ങി പോകാൻ പാടില്ലെന്ന് തന്നെയാണ് സിബിനും പറയുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക ഒരു ഗ്യാങ് വരെ ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ വന്നിരിക്കുന്ന വൈൽഡ് കാർഡ് എല്ലാം തന്നെ കാരണം പുറത്തുനിന്ന് കണ്ടതാണ്, ഇവരുടെ ലൈവെല്ലാം കണ്ടു വന്നവരാണ്. അപ്പോൾ അവർക്ക് ഹൗസിലുള്ളവരെക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അത് വെച്ച് തന്നെ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ജാസ്മിൻ കുറേ മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. പക്ഷെ ശ്രീരേഖ പറയുന്നത് ഇതും ചിലപ്പോൾ ഇവരുടെ ഗെയിം പ്ലാൻ ആവാൻ ലാലേട്ട എന്നാണ്. കാരണം ഇത് പുറത്തുനിന്ന് വന്നവർ പറഞ്ഞതെല്ലാം കേട്ടത് കൊണ്ട് ഇവർ ചിലപ്പോൾ ഗെയിം മാറ്റിപ്പിടിച്ചതാവാം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് തന്നെയാണ്. പക്ഷെ എന്താണെങ്കിലും ശരി, ജാസ്മിൻ ആകെ വീക്കാണ്. നാളത്തെ ഒരു പ്രൊമോയിൽ, അത് പ്രൊമോൻ്റെ വീഡിയോ കാണിക്കുന്ന ജാസ്മിൻ അലറിക്കരയാണ്, ഞാനിവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിന്ന് പോവുകയാണ്, എനിക്കിവിടെ മതിയായി, എനിക്ക് സംസാരിക്കേണ്ട, അതായത് ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരയാണ്. അപ്പോൾ എന്താകും, ജാസ്മിൻ ക്വിറ്റ് ചെയ്യുമോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ജാസ്മിൻ കഴിഞ്ഞ ദിവസം സൈക്കോളജിസ്റ്റിനെ കാണണം, എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ വേണം, ഞാൻ ആകെ തകർന്നിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടിലാണ് ജാസ്മിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഗബ്രിയുടെ വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടുകാർ കണ്ടപ്പോൾ അവരും പറഞ്ഞത് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ഗബ്രി, അവിടെ വരുമ്പോൾ പലവരായിട്ട് അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നിയേക്കാം, എങ്കിലും നീ ഒരിക്കലും നിൻ്റെ ഇത് മറന്ന് കളിക്കരുത്, ഇൻഡിവിജ്വലായിട്ട് കളിക്കണം, അറ്റാച്ച്മെൻ്റ് എല്ലാം ഒരു ലിമിറ്റിനുള്ളിൽ നിർത്താൻ ശ്രമിക്കണം എന്നെല്ലാം ഗബ്രിയുടെ ബ്രദറും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഹിൻ്റാണ്, അതായത് പുറത്തെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഹിൻ്റ് അവർക്ക് കൊടുക്കുകയാണ്. അതെല്ലാം കേട്ടിട്ടും ജാസ്മിൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വീട്ടുകാരും പറയുന്നത് നീ ഇങ്ങനെ കളിക്കുന്നത് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഗബ്രിയുടെ വീട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആൾക്കാർ കൊതിക്കുന്നതാണ്, അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കണം എന്ന് ഗബ്രിയുടെ ചേച്ചിയും പറയുന്നുണ്ട്, ബ്രദറും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സൂചന കൊടുക്കുകയാണ്. ഹൗസിലുള്ളവർ പറയുന്നൊരു കാര്യം, ഗബ്രിയുടെ നാക്ക് ഗബ്രിക്ക് വേണ്ടിയും ജാസ്മിൻ്റെ നാവ് ജാസ്മിന് വേണ്ടിയും സംസാരിക്കണം, എന്നാൽ അതൊരു ഇൻഡിവിജ്വൽ ഗെയിം ആവുള്ളൂ എന്നൊക്കെയാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങളും ഹൗസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെ ആവും ഇനി തീരുമാനങ്ങൾ, അതുപോലെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പോലെ ജാസ്മിൻ പൊട്ടിക്കരയുന്നു, പോകണമെന്ന് പറയുന്നു, എന്തൊക്കെയാണ് നമുക്കറിയില്ല. അപ്പോൾ നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഇവരുടെ ഗെയിം മാറുന്നതെന്ന്. പക്ഷേ കുറേ ബിഗ് ബോസ് അവർക്ക് കുറേ പരിഗണന കൊടുക്കുന്നതായി എനിക്ക് തോന്നുന്നുണ്ട് ജാസ്മിന്. എന്താണെങ്കിലും ജാസ്മിൻ നല്ലൊരു പ്ലെയർ തന്നെയാണ്, നന്നായിട്ട് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ ജാസ്മിൻ നല്ലൊരു പ്ലെയർ തന്നെയാണ്. നമുക്ക് നോക്കാം ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ. അപ്പോൾ അവർ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, റസ്മിനൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് ജാസ്മിൻ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഗബ്രി ഇവിടെ നിന്ന് പോയാൽ നിനക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല, നീ തളർന്നു പോകും. പക്ഷെ നീയാണ് പുറത്തു പോകുന്നതെങ്കിൽ ഗബ്രി തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നിന്ന് കളിക്കും. അപ്പോൾ അതുകൊണ്ട് നീ തളരാതിരിക്കുക, നീ പിടിച്ച് മുന്നേറുക, അത് നീ മനസ്സിലാക്കി നീ ഇനിയെങ്കിലും ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞെല്ലാം കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ്റെ തലയിൽ കയറുമോ എന്താവുമോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോട്ടെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. താങ്ക് യു സോ മച്ച്.